ഇപ്പോൾ നമ്മൾ അമോറോസ് പെറോസിൻ്റെ കാര്യം എടുക്കുക. അതിൽ സൗണ്ട് ഡിസൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഭയങ്കര സ്പാരിങ്ങിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പല മൊമെൻറ്റ്സും നമുക്ക് സൗണ്ട് വെച്ച് മാത്രമാണ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ഒരു ഓപ്പണിംഗ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു കാർ ചേസ് സീക്വൻസ് ആണ്. പക്ഷെ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് എൻ്റയർലി സൗണ്ട് എഫക്ട്സ് വെച്ചിട്ടാണ്, അതായത് റിയൽ സൗണ്ട്സ് വെച്ചിട്ട് മാത്രമാണ് ആ സീൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ സിറ്റിയുടെ സൗണ്ട്സ്കേപ്പുകൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ എക്സാജറേറ്റഡ് ടയർ സ്ക്രീച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ബ്രെത്തുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ടെൻഷനും ആ മൊത്തത്തിലുള്ളൊരു ആ സ്പേസിൻ്റെ ക്ലോസ്ട്രോഫോബിക് ഫീലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൗണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവസാനം നമ്മൾ വിഷ്വലി ആ ക്രാഷ് കാണുന്നതിന് മുമ്പ് തന്നെ ഇമോഷണലി സൗണ്ട് നമ്മളെ ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്നു ആ സീക്വൻസിൽ.